ലാറ്റിൻ അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുകയാണ് ട്രംപ്. അവിടുത്തെ എണ്ണശേഖരം ഒക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ വെനസ്വേലയിലെ പ്രസിഡന്റായിട്ടുള്ള നിക്കോളസ് മഡുറോയെ മയക്കുമരുന്ന് രാജാവ്, തീവ്രവാദി എന്നൊക്കെയാണ് ട്രംപ് മുദ്ര കുത്തുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമവും അമേരിക്ക നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് അമേരിക്കയ്ക്കുള്ള ഒരു ചേരിതിരിവുണ്ട് അല്ലേ മാഷേ? എന്താണ് അതിന്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വെനിസ്വേല എന്ന രാജ്യത്തിന് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടാക്കി കൊടുത്തത് ഹ്യൂഗോ ഷാവേസ് ആയിരുന്നു. ചെറുപ്പക്കാരനായി 99 അദ്ദേഹം അധികാരത്തിൽ വന്നു. 3 കൊല്ലം മാത്രമേ അദ്ദേഹത്തെ സമാധാനത്തോടെ ഭരിക്കാൻ സമ്മതിച്ചുള്ളൂ. ഷാവേസ് വെനിസ്വേലയിൽ ചെയ്തത് ആദ്യം അവിടുത്തെ എണ്ണപ്പാടം മുഴുവൻ ദേശസാൽക്കരിച്ചു. എന്ന് പറഞ്ഞാൽ അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ അമേരിക്ക പതുക്കെ താഴോട്ട് ഇറങ്ങും, എന്നുവെച്ചാൽ തെക്കേ അമേരിക്കയിലേക്ക് ഇറങ്ങും. തെക്കേ അമേരിക്കയ്ക്കാണല്ലോ നമ്മൾ ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. തെക്കൻ അമേരിക്കയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ മുഴുവൻ എണ്ണ കമ്പനികളും ഓരോരോ സ്വകാര്യ കമ്പനികളുടെ പേരിൽ ഊറ്റിയെടുക്കലായിരുന്നു ഇവരുടെ പരിപാടി, അമേരിക്കയുടെ പരിപാടി. അതങ്ങോട്ട് നിന്നു. പണ്ടേ ചെയ്യുന്ന പണിയാണ്. കാരണം ഇവർക്ക് അറിഞ്ഞൂടാ ഇതിന്റെ വില. ഒന്ന് അവർക്ക് സംസ്കരിക്കാൻ അറിഞ്ഞൂടാ, ഊറ്റിയെടുക്കാൻ അറിഞ്ഞൂടാ, പാവങ്ങളാണ്. അപ്പൊ ഷാവേസ് വെനിസ്വേലയിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത് എണ്ണപ്പാടം മുഴുവൻ ദേശസാൽക്കരിച്ചു. ഇനി എണ്ണപ്പാടത്ത് നിന്ന് എണ്ണ ഊറ്റണമെങ്കിൽ സർക്കാർ തീരുമാനിക്കണം. അപ്പോൾ ക്യൂബ ഉണ്ടെന്ന്, ക്യൂബയിൽ കാസ്ട്രോ ഉണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ സഹായത്തോടു കൂടി അവർ തന്നെ എണ്ണ ഖനനവും എണ്ണയുടെ സംസ്കരണവും റിഫൈനറീസും ഒക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ പണി. അതായത് അമേരിക്ക 99 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അട്ടിമറിച്ചു. അദ്ദേഹത്തിനെതിരായി വലിയ കലാപം, ഡീപ് സ്റ്റേറ്റ് അന്ന് വന്നതാ, വലിയ കലാപം നടന്നു. പക്ഷെ ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ട് അദ്ദേഹത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചു. അദ്ദേഹം വീണ്ടും ഭരിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ ഭീകരമായ അട്ടിമറി നടത്തിയിട്ടാണ് പിന്നെ അവിടെ അദ്ദേഹത്തിന് ശേഷമാണ് ഈ മഡുറോ വന്നത്. മഡുറോ യഥാർത്ഥത്തിൽ ഏകാധിപതിയാണ്, ഏകാധിപത്യ രീതിയിലാണ് ഭരണം നടത്തുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ മഡുറോയും അമേരിക്കയ്ക്ക് വഴങ്ങിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ കാലം, ട്രംപിൻ്റെ കാലമായപ്പോൾ മഡുറോയുടെ ഭരണമാണ് അവിടെ. അതിനെ ദുർഭരണം എന്ന് വിളിക്കുന്നു, അദ്ദേഹം മയക്കുമരുന്ന് കച്ചവടക്കാരൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് വിളിക്കാത്ത പേരുകളില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, അമേരിക്കയുടെ എണ്ണ കരാറിന് ഒരുപാട് കാലമായിട്ട് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് പറയണം, അത്ര സുഖകരമല്ലാത്തൊരു കാര്യം കൂടി. മഡുറോക്കെതിരായി കലാപം ഉണ്ടാക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് എന്നും വിനിയോഗിച്ച ഏറ്റവും ഒടുവിലത്തെ ആളാരാന്നറിയോ? കഴിഞ്ഞ ദിവസം നോബൽ പ്രൈസ് കിട്ടിയ ഇദ്ദേഹമാണ്. എന്താണ് വനിതയുടെ മച്ചാഡോ ആണ്. മച്ചാഡോ എന്നും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായി കലാപം കൂട്ടുക. കാരണം പറയുന്നത് അത് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അവരുടെ NGOയും അവർ പിന്നീടുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഇദ്ദേഹം ഏകാധിപതിയാണ്, ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ജനാധിപത്യമില്ല. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അപ്പുറത്ത് അമേരിക്ക ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറിയെ ചെറുക്കാൻ ഇദ്ദേഹത്തിന് അവരുടെ നാട്ടിലെ തന്നെ മനുഷ്യാവകാശങ്ങളെ അടിച്ചമർത്തേണ്ടി വരുന്നുണ്ട്. അതെല്ലാ ശക്തമായ ഭരണകൂടങ്ങളും അങ്ങനെയാണ് ആണല്ലോ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയാണ്. ഹിറ്റ്ലർ തൊട്ട് എല്ലാ ഭരണകൂടങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ മച്ചാഡോ ആണ് ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ ട്രംപ് പറഞ്ഞത്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്ന് പറഞ്ഞാൽ അമേരിക്ക ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരാൾക്കാണ് ഇപ്പോൾ നിങ്ങൾ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അവൾ എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഈ അവാർഡ്, ഈ നോബൽ പ്രൈസ് ഞാൻ അങ്ങേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പാവം മനുഷ്യൻ മനസ്സിലാക്കിയത് ഇത് മൂപ്പർക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. സ്വീഡിഷ് അക്കാഡമി കൊടുത്ത നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊണ്ടുപോയി ഇദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ് അദ്ദേഹം ധരിച്ചത്. ഞാൻ അങ്ങ് എടുത്തോളൂ എന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഒരു പക്ഷേ അവർ തന്നേക്കും എന്നൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം. ഈ മാതിരി മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിലിപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് കേട്ടോ, ഈ ലാറ്റിൻ അമേരിക്കയിലെ പ്രത്യേകിച്ച് വെനിസ്വേലയിലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് മച്ചാഡോ പൊരുതുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ മനുഷ്യാവകാശം ഉണ്ടായിത്തീരേണ്ടത് അമേരിക്കയുടെ ചെലവിലാണോ?
അമേരിക്കയുടെ ചെലവിൽ മനുഷ്യാവകാശം വരുത്താൻ വേണ്ടി മഡുറോയെ അട്ടിമറിച്ചിട്ട് ഒരു അമേരിക്കൻ പാവ ഗവൺമെൻറ് അവിടെ വീണ്ടും വന്നാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? അവിടുത്തെ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തും സ്വാതന്ത്ര്യവും ഒക്കെ അമേരിക്കയ്ക്ക് പണയം വെക്കുന്നതിന് തുല്യാവില്ലേ? ഇതാണ് ചെകുത്താനും കടലിനും ഇടയിലാണ് ഇപ്പോൾ വെനിസുലക്കാരുടെ പ്രശ്നം ഇന്നല്ല, ഈ കുറേ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ്. ഇപ്പം ഏതാണ്ട് ഏറ്റവും ചുരുങ്ങിയത് 93 കാലം തൊട്ടെങ്കിലും അങ്ങനെയാണ്. 30 കൊല്ലമായിട്ടെങ്കിലും വെനിസുല അനുഭവിക്കുന്ന അതാണ്. ഇപ്പം അതിൻ്റെ ഒരു ക്രസ്റ്റിൽ ഒരു വല്ലാത്ത ക്രൈസിസിൽ എത്തി നിൽക്കുകയാണ്. മഡുറോയെ അട്ടിമറിക്കണോ? മഡുറോയെ അട്ടിമറിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇനിയിപ്പോൾ ആഗോളതലത്തിൽ കിട്ടും. അതിൻ്റെ കാരണമാണ് മഡുറോക്കെതിരായി പൊരുതുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവാണ് മച്ചാഡോ. അപ്പോൾ അവിടെ മച്ചാഡോയെ വേണമെങ്കിൽ ബംഗ്ലാദേശിലൊക്കെ നടന്നതുപോലെ മച്ചാഡോയെ അധികാരത്തിലേറ്റാനുള്ള എല്ലാ ഡീപ്പ് സ്റ്റേറ്റ് സംവിധാനങ്ങളും ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുന്നോടി കൂടിയാണ് ഈ വർത്തമാനം. ഇപ്പോൾ മഡുറോക്കെതിരായിട്ട് ഭീകരമായ തെറിയും പറഞ്ഞ് വലിയ ആക്ഷേപം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. മാത്രമല്ല ഈ മച്ചാഡോക്കെതിരായിട്ട് മഡുറോ ഭരണകൂടം ഒരുപാട് ഉത്തരവുകളൊക്കെയുണ്ട്. ഒന്ന്, അവർ 15 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയും ഈ ഭരണകൂടം അവിടെ ഉള്ള കാലത്തോളം ഇനി അവർ 15 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. മച്ചാഡോക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, പ്രതിപക്ഷ നേതാവാണല്ലോ. രണ്ടാമത്തെ കാര്യം, അവർക്ക് നാട് വിട്ടു പോകാൻ പാടില്ല. അത് കടന്നു, അപ്പോൾ അതിനെ രണ്ടിനെയും മറികടന്നു. ഇനിയിപ്പോൾ അവർ ഗ്ലോബൽ സിറ്റിസനാണ്. നോബൽ പ്രൈസ് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഗുണമുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പൗരത്വം ഉണ്ടാവും ഒരേ സമയം. പൗരത്വം കിട്ടിയതിന് തുല്യമാണ്. ഗ്ലോബൽ സിറ്റിസനാണ്. നമ്മുടെ മദർ തെരേസൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അവർക്ക് ടിക്കറ്റ് എടുത്താൽ മതി, അവർക്ക് പാസ്പോർട്ടിൽ വിസയൊന്നും വേണ്ട, ലോകരാജ്യങ്ങൾക്ക് പോകാൻ. അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവരിപ്പോൾ ആഗോള പൗരത്വം കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷേ മഡുറോയെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി മഡുറോക്കെതിരായി മച്ചാഡോക്ക് നോബൽ പ്രൈസ് കൊടുത്തപ്പോൾ ഇനിയിപ്പോൾ മഡുറോയെ അട്ടിമറിക്കാൻ എന്തുമാത്രം അമേരിക്ക തയ്യാറാകും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നോബൽ പ്രൈസ്, എനിക്ക് അവകാശപ്പെട്ട നോബൽ പ്രൈസ്, അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൗത്ത് അമേരിക്കയെ, ലാറ്റിൻ അമേരിക്കയെ, അവിടുത്തെ മുഴുവൻ എണ്ണയും ഊറ്റിയെടുക്കാനുള്ള അമേരിക്കൻ തന്ത്രം. ഇപ്പോൾ അമേരിക്ക അങ്ങനെ ഒരു തന്ത്രത്തിന് ഇറങ്ങിയിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അമേരിക്ക ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. 1 ഊർജ്ജ പ്രതിസന്ധി, 2 സാമ്പത്തിക പ്രതിസന്ധി, 3 കടക്കെണി, 4 അവിടുത്തെ ആഭ്യന്തരമായ എതിർപ്പ് വലിയ തോതിൽ, 5 കുടിയേറ്റക്കാരുടെ എതിർപ്പ്, 6ാമത്തെ കാര്യം ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ എതിർപ്പ്, 7 ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അമേരിക്ക ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഒരുപടി പ്രതിസന്ധികളിലാണ് അമേരിക്ക. ആ സമയത്ത് കിട്ടുന്നിടത്ത് നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വല്ലതും കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാറ്റോ സഖ്യത്തിൽ നിന്ന് സ്പെയിനിനെ പുറത്താക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമാണ്. അതുപോലെ വെനിസുലയിൽ നിന്ന് മഡുറോയെ പുറത്താക്കണം എന്ന് വാദിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിലവിട്ട് സംസാരിക്കുന്ന ഒരു പുതിയ സാഹചര്യം ട്രംപിനുണ്ടായി തീർന്നിട്ടുണ്ട്. അത് ട്രംപ് ഇന്നിപ്പോൾ വൂൾഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് കണ്ടില്ലേ? വൂൾഫ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനാണ്, ഒരു മാർസിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത്, അമേരിക്ക, നിങ്ങൾ ഈ പണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് കേട്ടിരുന്നല്ലോ, എന്നാൽ ലോകം മുഴുവൻ പേടിച്ചിരുന്നൊരു പേരാണല്ലോ അമേരിക്കൻ സാമ്രാജ്യത്വം. അത് അവസാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലേ? ഒന്നുകൂടി ഓർത്തോളൂ, അമേരിക്കയുടെ സാമ്രാജ്യത്വം മാത്രമല്ല, അമേരിക്കയുടെ ശ്വാസം പോലും നിലച്ചു പോകുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കടക്കെണിയുള്ള രാജ്യമാണ് അമേരിക്ക. ലോകരാജ്യങ്ങൾ ഇനിയൊരു പൈസയും അമേരിക്കയ്ക്ക് കടം കൊടുക്കൂലാൻ തീരുമാനിച്ചാൽ അവർക്കത് തിരിച്ചടക്കാനുള്ള ശേഷിയില്ല എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ നിലച്ചു പോകുന്ന രാജ്യമായി അമേരിക്ക മാറിയിട്ടുണ്ടെന്ന്. ഈ ക്രൈസിസ് മറികടക്കാനാണ് ഈ ഭീഷണിയും ഈ കണ്ണുരുട്ടലും ഈ തേരോട്ടവും ഒക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.